Excuse me? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പം രാവിലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു ജസ്റ്റ് ഒരു ഫിഷ് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലേന്നത്തെ ഫിഷ് ഉണ്ടായിരുന്നു കായം തേച്ച് വെച്ചത്. അപ്പോൾ അതെടുത്ത് ജസ്റ്റ് ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളി മസാലയും കൂടി ആഡ് ചെയ്തിട്ട് അതാക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കറി ഉണ്ടാക്കും എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്ത കേട്ടോ വരിക. കാരണം എപ്പോഴും ഈ കടലക്കറി, ചെറുപയർ അതൊക്കെ ആകുമ്പോൾ മക്കൾക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പാനിൽ ഉള്ളി നല്ലോണം വഴറ്റിയിട്ട് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ പൊടികളും ചേർക്കുന്നുണ്ട്. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, ജീരകം പൗഡർ, അങ്ങനെയുള്ള എല്ലാ മസാലകളും കൂടി ചേർക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. വേറെ ഒന്നുമല്ല, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കാലിൽ കുറച്ച് സ്ക്രൂ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ ഒരു സർജറി എന്തായാലും ആവശ്യമാണ്. അപ്പം 2 വർഷമായി, 2 വർഷം 2 മാസമായിട്ടോ എൻ്റെ കാലിൽ അതുണ്ടായിട്ട്. മുന്നേ ഒരു ആക്സിഡൻറ്റ് പറ്റിയതായിരുന്നു, ആ സമയത്ത് ഇട്ടതായിരുന്നു. അപ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ള സമയമായതുകൊണ്ട് തന്നെ അതിനേക്ക് ഞാൻ ആ ഭാഗം ഞാൻ മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. ഹസ്ബൻഡ് എപ്പോഴും ചോദിക്കും, 2 കൊല്ലം ആയപ്പോൾ തന്നെ തുടങ്ങിയതാ എടുക്കണ്ടേന്ന്. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാലോ, എനിക്ക് എന്തായാലും റെസ്റ്റ് വേണം. ഈ 3 കുട്ടികൾ, വീട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പം അതൊന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണല്ലോ. അപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഈ റെസ്റ്റിലാണ്. ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ ഇത്രയും ലേറ്റ് ആയത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് കാണിച്ച് പെട്ടെന്ന് നെക്സ്റ്റ് വീക്ക് കുട്ടികൾക്ക് മദ്രസയിൽ എക്സാം അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. പിന്നെ സർജറിയും പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ആ ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയാലും 10-32 സ്റ്റിച്ചൊക്കെ ഉള്ളതല്ലേ, പെയിൻഫുൾ ലൈഫ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാഞ്ഞത്. ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇതൊക്കെ പോസ്റ്റ് ചെയ്യണ മോളുള്ളതല്ലേ. ഇപ്പം പിന്നെ സർജറി കഴിഞ്ഞതിനും കൊണ്ട് ഫ്രീ ആണല്ലോ. അങ്ങനെ ഞങ്ങളെ ഹോസ്പിറ്റലിലെത്തി 3 പേരെയും കൊണ്ട് ആയതുകൊണ്ട് തന്നെ അവർ നല്ല കുരുത്തക്കേട് കളിക്കുന്നത്. എനിക്ക് ഈ ഹോസ്പിറ്റൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ ഒന്നും ഉണ്ടായില്ല, ഞാൻ ആദ്യമേ കാണിക്കുന്ന ഒരു ഹോസ്പിറ്റലൊന്നുമല്ല. എൻ്റെ ഫസ്റ്റ് സർജറി കഴിഞ്ഞ സമയത്താണ് ഞാൻ ഇവിടേക്ക് വന്നത്. പിന്നെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ്, പിന്നെ അവിടെ പേഷ്യൻസിനോടുള്ള ആ ഒരു അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞത്. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എപ്പോഴും ആ ഒരു ഇത് കാണിക്കുമല്ലോ. നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയാലും ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതും രണ്ട് ഡിഫറൻസ് ആണല്ലോ.
തല്ലൂടല്ലേ തല്ലൂടെ സന അടുക്ക അവളടിക്കണ്ട പാവല്ലേ അങ്ങനെ കുരുത്തക്കേട് അൺലിമിറ്റഡ് കഴിഞ്ഞ സമയത്ത് എനിക്ക് എക്സ്റേ റിപ്പോർട്ടൊക്കെ കിട്ടി. ആ എക്സ്റേ റിപ്പോർട്ട് പ്രകാരം സർജറി പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ കാലിൻ്റെ അവസ്ഥ. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാറ്റർഡേ ആയിരുന്നു കാണിക്കാൻ പോയത്. അപ്പോൾ മൺഡേ വന്ന് അഡ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇറങ്ങിയോണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയായി. അപ്പം എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറ്റിക്കാട്ടിലുള്ള ഒരു ഹോട്ടലിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണിന്ന് ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി കേട്ടോ. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ക്യാൻറ്റീനിൽ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട, നമുക്ക് വേറെ എവിടെന്നെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ അടുത്താണ് ഉമ്മൻ്റെ വീട്. അപ്പോൾ ഉമ്മനെ ഒന്ന് കാണാമല്ലോ. എന്തായാലും ഞങ്ങൾ ഈ വഴിക്കൊക്കെ വരികയാണെങ്കിൽ ഉമ്മൻ്റെ അടുത്ത് കയറിയിട്ടേ പോകാറുള്ളൂ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് മോക്കും കൊടുത്തു. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ ഉമ്മൻ്റെ അടുത്തൊക്കെ പോയി ഉമ്മനെ കണ്ട് സർജറീൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞു. തിരിച്ച് ഞങ്ങൾ അവിടെ തന്നെ വേഗം ഇറങ്ങിയിട്ടുണ്ട്. കാരണം കുറച്ച് ഷോപ്പിങ്ങും കൂടി ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ അങ്ങനെ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഷോപ്പിംഗ് മാളിൽ കയറി. പക്ഷേ ഞാൻ അവിടെയൊക്കെ എനിക്ക് ഡെയിലി വിയേഴ്സ് ആയിരുന്നു വേണ്ടത്. ഹോസ്പിറ്റലിൽ ഇടാനൊക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. പക്ഷേ അവിടെയൊക്കെ നല്ല റേറ്റ്. പിന്നെ ഞാൻ അവിടുന്ന് അധികമൊന്നും വാങ്ങാനൊന്നും നിന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മോക്ക് എന്തെങ്കിലും സാധനം, ഈ ചെറുമാതിരി സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതിൻ്റെ റൈറ്റ് ആദ്യം സാധനം നോക്കിയിട്ട് ബാക്കിൽ റൈറ്റ് നോക്കൂ, എന്നിട്ട് റൈറ്റ് ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് സാധനത്തിൻ്റെ പേര് പറയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അവിടെ വെച്ചേക്കെന്ന് പറയും. ഒക്കെ അറിയാം. റൈറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം എപ്പോഴെങ്കിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ച് കൊടുക്കണത് നല്ലതാണ്. പക്ഷെ എപ്പോഴും നമ്മൾ പുറത്ത് പോയി വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് അതൊരു അഡിക്റ്റായി പോകും. പിന്നെ നമ്മൾ വാങ്ങിച്ച് കൊടുക്കാഞ്ഞാൽ അവർക്ക് അതൊരു എന്താ പറയുക ദേഷ്യം പോലെ, പിന്നെ അവർക്കൊരു വാശിയൊക്കെ ആവും. അപ്പം നമ്മളൊരു മക്കളൊരു മിതമായ രീതിയിൽ കൊണ്ടു പോകണം കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വീട്ടിലെത്തി. പിന്നെ ഇവർക്ക് കഴിക്കാൻ വേണ്ടി കോൺ ഐസ്ക്രീം വാങ്ങിയിരുന്നു. അപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മധുരമുള്ളതും ഈ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഇവർക്ക് ഇഷ്ടമാണ്. സോ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.